ഹായ് വെൽക്കം ടു അവർ വ്ളോഗ്. ഇന്ന് നമ്മൾ താജ്മഹാലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. താജ്മഹാൽ ഒന്നും പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് താജ്മഹാൽ രസമുണ്ട് കാണാൻ. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. ഇതുണ്ടോ, നമ്മൾ ആഗ്ര കണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ലാൻഡായി ഗൈസ്. അപ്പോൾ ഇതുവഴിയാണ് പുറത്തിറങ്ങേണ്ടതെന്ന് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ഇവിടെ. അത്യാവശ്യം കുറച്ച് ചെറിയ തണുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അയ്യോ അങ്ങോട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ട്രെയിൻ യാത്ര? പറഞ്ഞു എന്ത് പറ്റി, എന്താ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ? എന്ത് നല്ല സ്മണോ ബാഡ് സ്മണോ? പുറത്തോട്ട് ഇറങ്ങാം. അല്ല, ഇവിടെ വെക്കാം. കാരണം റിട്ടേൺ നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓ, ഫോട്ടോ ഒക്കെ ഇട്ടാണ് എൻ്റെ ചെക്കൻ. അതായത് ഒരു ബൈക്കിന് ഒരു ഓട്ടോ കണക്ട് ചെയ്ത പോലത്തെ ഒരു വണ്ടിയല്ലേ അല്ലേ? അതെന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചു കേട്ടോ. നമുക്ക് പറ്റുമെങ്കിൽ അതിൽ നമുക്ക് ഒരു റൈഡ് ചെയ്യണം. നമ്മൾ ആദ്യം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലമാണ്. നമ്മൾ ഓട്ടോ ചേട്ടൻ നമുക്ക് ഫുഡ് കഴിക്കാൻ പ്രിഫർ ചെയ്തൊരു സെറ്റ് ഹോട്ടലാണ്, മലയാളി ഹോട്ടൽ. മുകളിൽ ജിമ്മാണ് ഗൈസ്. ആഗ്രയിൽ വന്നിറങ്ങിയിട്ടുള്ള ആദ്യത്തെ ഭക്ഷണമാണ്. നമ്മൾ കേരള സ്റ്റൈൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തത് ഉണ്ട് എന്നുള്ള ധാരണയിൽ ഞാൻ ആഗ്രയിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ ഒരു ക്ലയൻറ്റുമായിട്ട് ചെറിയ സംസാരത്തിലായിപ്പോയി. അപ്പോൾ ഇവരൊക്കെ ഓർഡർ ചെയ്തതാണ് ഇതെല്ലാം. എനിക്ക് വേണ്ടി ഒരു ദോശയുടെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തോ അത് സാമ്പാറാണ്. ഓക്കെ, സാമ്പാർ പറഞ്ഞ് പേടിപ്പിച്ച ഒരു ഭീകരതയൊന്നുമില്ല. നമ്മളെ നാട്ടിലെ അതേപോലത്തെ ഫുഡ് അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് തന്നെ ഇഡലി എത്തിയിട്ടുണ്ട്. ഇഡലി ഒന്ന് സോഫ്റ്റ് ടെക്സ്ചറാണ്. ഓക്കെയാണ്. നോർമൽ ഒരു ഇഡലി അല്ലേ? നോർമൽ ഒരു ഇഡലി, നോർമലൊരു പ്ലെയിൻ ദോശ. ചമ്മന്തി ടേസ്റ്റ് ചെയ്തോ? ശില്പമാവിന് ചമ്മന്തി ഒത്തില്ല എന്നാണ് പറയുന്നത്. യുപിയിലെ റോഡും ആരും ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കാറില്ല. അത് തന്നെ പുറത്തിറങ്ങാൻ പറ്റിയിരിക്കുന്നത് യു പി ഫ്രണ്ട്സ്. ഹായ്. സൈക്കിൾ റിക്ഷ. ഗൈസ്, അപ്പോൾ ഞങ്ങളിത് ഇവിടുത്തെ ഫുഡ് കഴിഞ്ഞു. ഈ ചേട്ടൻ്റെ സജഷനായിരുന്നു. ഓക്കെ, ഞങ്ങൾ തിരിച്ച് നേരെ താജ്മഹൽ കാണാനായി പോവുകയാണ് ഗൈസ്. ताजमहल के 3 गेट हैं। ओके, जिस गेट से मैं आपको ड्रॉप करूं उसी गेट पे आपको वापस रिटर्न आना है। ओके, ओके बट ओनली एंट्री थ्रू साउथ गेट राइट? जी यू आर ड्रॉपिंग ऑन साउथ गेट ओनली? जी। ओके, और ताजमहल के नियर नो परचेसिंग। ओके, टोटल आइटम डुप्लीकेट। या ओके. आगरा स्वीट्स पेठा एंड ताजमहल नियर, स्टेशन नियर, बस स्टैंड नियर एंड डुप्लीकेट एवरीथिंग. जी। वो आपको मैं हैंडीक्राफ्ट बाजार होता है, हैंडीक्राफ्ट, हाँ, वहाँ से आपको दिलवाऊंगा। ओके 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 और आपको अच्छा लगे जैसा करना। ओके. How much time for Taj Mahal? 2 hours. 2 hours. जी. Okay. 10 मिनट्स पहले मुझे कॉल कर देना। Oh, sure.
ओके ഓക്കെ मैं पार्किंग में वेट करूँगा आपका ഓക്കെ ओके भैया ഓക്കെ बच्चे की टिकट नहीं लेनी है आपको नहीं लेनी बच्चे की फ्री बच्चा फ्री ഓക്കെ ഓക്കെ ओके കൊച്ചുങ്ങൾക്ക് ഫ്രീ ആണ് टर्मिनल के अंदर ആ ईयरफोन ഇയർഫോൺ ब्लूटूथ ബ്ലൂടൂത്ത് मोबाइल का चार्जर ആ गुटखा बीड़ी सिगरेट पान तम्बाकू ഓക്കെ कुछ नहीं जाएगा ഓക്കെ ഓക്കെ ओनली कैमरा मोबाइल पानी की बोतल ഓക്കെ अलाउड അലൗഡ് ഓക്കെ कोई गाइड करने की जरूरत नहीं है आपको गाइड नहीं लेना हुआ Okay, छोटी ना। सी बिल्डिंग है गाइड का कोई चक्कर नहीं है ഓക്കെ ഓക്കെ कोई फोटोग्राफर नहीं करना है नहीं नहीं चाहिए ओके भैया ഓക്കെ ഭയ്യ താങ്ക് യു ഞങ്ങൾക്കൊരു ചെറിയ അക്കടി പറ്റി കൊച്ചിന് വേണ്ടായിരുന്നു പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൊച്ചിൻ്റെ അത് ഡിസേബിൾഡ് ആയിരുന്നു പിന്നെ എൻ്റെ മോനെ വഴിയിൽ നിർത്തിക്കളയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനും കൂടെ അഡൾട്ടായിട്ട് ആഡ് ചെയ്ത് ടിക്കറ്റ് എടുത്തു പണക്കാർക്ക് എന്തോ ആവാമല്ലോ അല്ലേ നമുക്കത് അറിയില്ലായിരുന്നു ഗൈസ്. അതെ അതെ വി വിൽ കോൾ the phone ഉണ്ടല്ലോ नहीं नहीं जूता स्लीपर नॉट है ना okay okay we will buy from inside 40 रुपीस इनसाइड 10 रुपीस सब लोग बाहर से लेके जा रहा है ये देखिए only 10 rupees हाँ 10 रुपीस जोड़ी जोड़ी ओके ये प्लास्टिक है ना हाँ, सर। ओके क्योंकि उधर गवर्नमेंट का ठेका। എടുത്തു വാങ്ങിച്ചു ഒരെണ്ണം മതി. എടാ അല്ല നീ അകത്ത് കയറുന്നുണ്ടോ ഇല്ല, താജ്മഹലിന്റെ അത് കയറാൻ വേണ്ട. ये काले कवर जब एंट्री होगा आपका ताजमहल के अंदर only garden outside area गार्डन नो व्हाइट पत्थर हाँ। जो गार्डन है व्हाइट पत्थर उधर ओके 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 40 രൂപ ഗൂഗിൾ പേ है ना नहीं सर कैश कैश only कैश കൊടു चिल्ड्रन फ्री ചില്ലറ टिकट ടിക്കറ്റ് ഫ്രീ Yeah. ഓക്കെ താജ്മഹലിൻ്റെ സൗത്ത് ആക്ച്വലി മെട്രോ താജ്മഹൽ മെട്രോ സ്റ്റേഷൻ്റെ സൈഡിലുള്ള ഈ ഗേറ്റ് വഴിയാണ് നമ്മളിപ്പോൾ എൻട്രി ആകുന്നത്. താജ്മഹലിലേക്ക് ഞങ്ങൾ നടന്ന് കയറുകയാണ്. അങ്ങനെ നമ്മുടെ ലോകത്തിലെ 7ാമത്തെ വണ്ടർ അല്ലേ? 7 വണ്ടറിൽ 9ാമത്തെയാണോ? 7 വണ്ടറിൽ 9ാമത്തെ, അതെന്ത് സംസാരം? 7 വണ്ടറുകളിൽ ഒരെണ്ണം. വൺ ഓഫ് അങ്ങനെയാണോ? അപ്പോൾ 1 2 3 അങ്ങനെയൊന്നുമില്ലേ? ഓക്കെ, അപ്പോൾ ഓക്കെ 7 വണ്ടേഴ്സ് ലോകത്തിലെ ഒരു അത്ഭുതം, 7 അത്ഭുതങ്ങളിൽ ഒരെണ്ണം നമ്മൾ കാണാൻ പോവുകയാണ്. അതെ 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 അതെ, ദോരി അമ്മ അമ്മ എന്ന് വിളിക്കുന്നു. ശില്പയെ കണ്ടപ്പോൾ ആ കുരങ്ങൻ അമ്മ അമ്മ എന്ന് വിളിക്കുന്നു. അതിന്റെ ചേട്ടൻ വേറെ ഗേറ്റിലായിരിക്കും നീ കയറിയിട്ടുണ്ടാവുക. നമ്മുടെ കൂട്ടത്തിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡാണ്, അംഗമാണ്, ഞങ്ങളുടെ ഗൈഡാണ് ഇങ്ങനെയൊക്കെ പോകണമെന്ന് പറയുന്നത്. പക്ഷേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് കണ്ട താജ്മഹൽ ഇങ്ങനെ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ലോൺ ഏരിയ ഉണ്ട് കേട്ടോ. അതെ അതെ, നമുക്ക് താജ്മഹൽ കണ്ടെത്തി ഇതിന്റെ ഓക്കെ. കൊരങ്ങന്റെ കൊത്തിയും ഫാമിലി ഇതിനെ എന്തിനാ വിളിക്കുക? നല്ല സ്വന്തമായ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്. ഗവൺമെൻറ്. ഇതിലാണ് നമ്മളന്ന് കയറി കഴിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നൈസായിരുന്നോ? റേറ്റ് കുറച്ച് കത്തിയാണെങ്കിലും ഫുഡ് ഓക്കെ ആയിരുന്നെന്നാണ് പറഞ്ഞത്. ഹായ് പപ്പാജി വിളിച്ചു പറഞ്ഞോ, എല്ലാവരും വിളിച്ചു പറഞ്ഞോ പപ്പാജി.
ഓക്കെ, ഞങ്ങൾ നടന്നടുക്കുകയാണ് ഗൈസ്. അതല്ല ഇന്ത്യ ഗേറ്റ്, ഇത് താജ്മഹലിൻ്റെ മതിൽ. അതായത് നമ്മൾ ഇവിടെ അവിടെ വന്നിട്ട് ലെഫ്റ്റാണ് പോകാനുള്ളത്. ഇവിടെ നിന്നാണ് വന്നത്. ഓക്കെ, അല്ല നമ്മളിവിടെ ഇറങ്ങിയിട്ട് ലെഫ്റ്റാണ് പോകാനുള്ളത്. അത് എല്ലാം ഗേറ്റുകളാണ്ട്രാ. പപ്പക്കും വലിയ പിടുത്തമില്ല കൂട്ടാ. ഇവിടെയാണ് ടിക്കറ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ തന്നെ ലോക്ക് റൂം. അതെ, നമ്മുടെ ഗൈഡ് ഈസ് ഓൺ ഫുൾ പവർ. കമോൺ കമോൺ അമ്പു. ഇവിടെ തന്നെ ഉണ്ട്. യെസ്, ഞങ്ങൾ കുറച്ച് ടിക്കറ്റ് കാണിച്ച് എൻട്രി കയറുന്നത്. ഇതൊക്കെ എന്തോടാ? അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അല്ല, എടാ ഫോൺ, എടാ ടിക്കറ്റ് എടുത്തോ, ടിക്കറ്റ് ഫോൺ മൊബൈൽ എടുത്തോ. നീ പറയൂ, വി ഹാവ് ഓൺലൈൻ ടിക്കറ്റ്. യാ, ഞങ്ങളൊരു വലിയൊരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വരിക. ആ ഓക്കെ, നമുക്ക് നല്ല സൂര്യൻ അടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സ്റ്റോൺസിലെല്ലാം തന്നെ നല്ല നല്ല എന്താണ് മോനെ, നല്ല തണുപ്പ്. അതെ, നല്ല തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ചെക്കിങ്ങിൽ നമ്മുടെ ശില്പാത ബാഗിനകത്ത് 2 സീറ്റ്സ് ഉണ്ടായിരുന്നു, മിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അലൗഡ് അല്ല. സോ അവൾ വീണ്ടും അത് ലോക്കറിലേക്ക് വെക്കാൻ വേണ്ടി പോയി. തിരിച്ച് ആളിതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ശില്പയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടിരുന്നത്. ശില്പ ഒരു ചെറിയൊരു റൗണ്ട് അടിച്ച് തിരിച്ചു വന്നു. ലോക്കറിന് വേണ്ടി നമ്മൾ ഒരുപാട് ദൂരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് അത്യാവശ്യം നല്ല ക്രൗഡാണ് കേട്ടോ. നമ്മൾ വന്ന സമയം 11 മണി, ഏകദേശം 11 മണി അടുപ്പിച്ചായതുകൊണ്ടാവാം നല്ല ക്രൗഡാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താജ്മഹലിനുള്ളിലേക്ക് കയറാം. വരൂ ഒന്ന്. അങ്ങനെ യഹാങ്കുട്ടൻ കണ്ടുപിടിച്ച ആ തണുപ്പ് എല്ലാവരെയും ഫീൽ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ മെയിൻ എൻട്രൻസിലേക്ക് ഞങ്ങൾ ഹെഡ് ചെയ്യുകയാണ്. ഓക്കെ, അതൊരു അത്ഭുതം തന്നെയാണ്, ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ നമുക്ക് കാണാം. ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ഒരു ബിൽഡിങ്ങിലേക്കുള്ള എൻട്രൻസ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഒരു മിന്നായം പോലെ എൻ്റെ ചില തൂണുകൾ അല്ലെങ്കിൽ മിനാരങ്ങൾക്ക് നമ്മൾ കാണുകയാണ് ഗൈസ്. യെസ്, ഇറ്റ്സ് സോ നൈസ്. എക്സൈറ്റഡ് ആണ്. അതെ, കൈപിടി. നോക്കിക്കോ, കാണുന്നുണ്ടോ? നീ വല്ലതും കാണുന്നുണ്ടോ? എന്താണ് ഫീൽ ചെയ്യുന്നത്? കൊള്ളാം, പറയ്. ശില്പിക്ക് നാണാവുന്നോ താജ്മഹൽ കണ്ടോ? അതിൻ്റെ കാര്യങ്ങൾ, മാപ്പ്, മൈക്ക് കയ്യിലുണ്ട്. യെസ്, യഹാൻ കുട്ടാ, ഇറ്റ്സ് വൺ ഓഫ് ദ വേൾഡ് വണ്ടറിൽ ഒന്നാണ്. അതാ നിൻ്റെ കണ്ണ് മുന്നിൽ. ഇറ്റ്സ് ഹിയർ ബേബി. കാണുന്നുണ്ടോ? യെസ്.
വന്നേ എവിടെ അങ്ങോട്ടാ യെസ് നമുക്ക് മുന്നിൽ എന്തുവാടാ ഓക്കെ അയ്യോ ശരിയല്ല ഷോട്ട് ശരിയല്ല വൺ മോർ റെഡി 1 2 3 ഗോ താജ്മഹലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ താജ്മഹലിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഇതേ വ്യൂ ആയിരിക്കും നമുക്ക് കാണുക. അതാണ് താജ്മഹലിൻ്റെ ഒരു അതായത് സിമെട്രിക് ബിൽഡിങ് അല്ലെങ്കിൽ പ്യുവർലി മാർബിളിൽ പണി. നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പോയി കാര്യങ്ങളൊന്ന് കാണാം. നമ്മൾക്ക് താജ്മഹലിൽ വരുന്ന നാളത്തേക്ക് ഇവിടുത്തെ ലോക്കൽ മുസ്ലിംസിന് മാത്രമാണ് ഓപ്പണാക്കി കൊടുത്തേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരമുള്ള ഒരു ഡേ ആണ്. സോ ഫ്രൈഡേ ഹോളിഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വ്യാഴാഴ്ചയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണോ അറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡാണ്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഒരു ബ്രൈഡൽ ഷൂട്ടാണെന്ന് തോന്നുന്നു, അതോ മോഡൽ ഷൂട്ടാണെന്ന് അറിയില്ല. മോഡൽ ഷൂട്ടിംഗ് ആയിരിക്കും. മോഡൽ ഷൂട്ടാണോ? ഒരു കോസ്റ്റ്യൂം ഇട്ട് വന്നതായിരിക്കും അല്ലേ? മേ ബി താജ്മഹലിൽ കപ്പിൾ ഫോട്ടോഷൂട്ടാണോ എന്നറിയില്ല. എന്തായാലും ഫോട്ടോഷൂട്ട് കണ്ടപ്പോഴത്തേക്കും കുറച്ച് നേരം അത് കണ്ടുകൊണ്ട് നിൽക്കാനൊരാഗ്രഹം. ഓക്കെ, ശില്പയും മെഹാനും അവിടെ ഇരുന്ന് താജ്മഹലിൻ്റെ വ്യൂസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ലൊരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ സെഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളും അത് എടുക്കുന്നത് നമ്മുടെ ആ ചേട്ടനാണ് നമ്മളെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളത് എന്താ പറയുക, ഓർഡർ വൈസ് ടോക്കൺ എടുത്താണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും താജ്മഹലിലേക്ക് പോകാം. അതെന്നും ഒരു അത്ഭുതമായിട്ട് നമ്മളെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. നമ്മൾ ആ അത്ഭുതത്തിനെ നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാതിൽക്കൽ ഫുൾ ക്രൗഡായിപ്പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ അടിപൊളി. താജ്മഹലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഞങ്ങൾക്ക് പറ, നല്ല വെയിൽ. അകത്ത് കയറിയെങ്കിൽ ഇതിലേക്കൂടെ അവർക്ക് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അവര് കണ്ട അവര് ആ കമ്പിയുടെ പുറത്തും കൂടെയാണ് കയറിയത്. നമുക്കാണെങ്കിൽ അതിന്റെ മുകളിൽ കയറാൻ പറ്റും, മുകളിൽ കയറാൻ പറ്റും. പക്ഷേ നമുക്ക് ഇല്ല, നമുക്ക് എൻട്രൻസ് എവിടെ? അങ്ങ് പോയിട്ട് മേളിൽ കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിലേക്കൂടെ കയറുന്നത് അകത്തുനിന്ന് വരുന്നവരാണ് ഈ ഇറങ്ങി വരുന്നത്. നമുക്ക് നോക്കാം എന്താണ്, എവിടെ ചോദിക്കാം. എവിടെ കണ്ട പരിചയം ചോദിക്കാം. ഇല്ല, ഞങ്ങൾ ആഗ്ര ഫോർട്ട് പോയില്ല. ഞങ്ങൾ ഫുഡ് അടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി. പോയില്ല, നമ്മളിത് കഴിഞ്ഞിട്ട് ഏതോ ഒരു ഹോട്ടലിൽ. കുഴപ്പമില്ല, ദോശ ഇഡലി. എവിടെ നിന്നാണ് കഴിച്ചത് ഫുഡ്? കഴിച്ചില്ല, നേരെ പട്ടിണി. ഇല്ല, ഉള്ളി അല്ല, ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ. നിങ്ങൾ ഉള്ളി കയറിയോ? എങ്ങനെയുണ്ട്? വെർത്ത് വാച്ചിങ് ആണോ? എന്നാലും വന്ന സ്ഥിതിക്ക് ഒരു പ്രാവശ്യം കയറാം, അത്രേ ഉള്ളൂ. ഇനി വരൂലെങ്കിലും പ്രാവശ്യം കയറാം. കറങ്ങിയിട്ടുള്ള വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, കറങ്ങാൻ സമ്മതിക്കുന്നില്ല, എവിടുന്നും കറങ്ങാൻ സമ്മതിക്കുന്നില്ല. മിലിറ്ററി കാർ അതായത് നമ്മൾ പറഞ്ഞു വിട്ടോണ്ടിരിക്കും, ലൈക്ക് ശബരിമല. ഇത് മാത്രം, ഈ പോസ്റ്റ് മാത്രം പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ വീഡിയോ എടുത്തോ? കറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഓടുന്ന പോസ്റ്റ് എടുക്കാമല്ലോ, കൈ പിടിച്ചോണ്ട് ഓടുന്ന. അതിനില്ല, അത് കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല, ഇത് മാത്രം സമ്മതിക്കും. മനസ്സിലായോ? മറ്റുള്ള ഇങ്ങനെ കറങ്ങുന്ന സാധനം പറ്റില്ല. അങ്ങനെ വിഷമിച്ച് റീലെടുക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഇവർ ഈ കപ്പിൾസ് പോവുകയാണ്. നിങ്ങൾ ഇനി അടുത്ത് എന്തോ? നിങ്ങൾ ആഗ്ര ഫോർട്ടിൽ പോകണല്ലേ? ആ, ഓക്കെ ഓക്കെ, ശരി. ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞു. വന്നോ? ഇല്ല, വന്നില്ല, അവിടെ വിളിച്ചിട്ട് കിട്ടിയില്ല.
ആ കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടല്ലേ മീറ്റിംഗ്, ശ്രീനഗറിൽ? ആ അവർ വിളിക്കും. ഓക്കെ ബൈ. ഓക്കെ ബൈ, കാണാം കേട്ടോ. ഞങ്ങളുടെ ട്രെയിനിലുണ്ടായിരുന്നവരാ, അവരകത്ത് കയറി. പക്ഷേ അവർക്ക് കറങ്ങിയിട്ടുള്ള റീൽ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ലെന്നാണ് പറഞ്ഞത്. ഓടിയെല്ലാം റീൽ എടുക്കാം, അതിലൊന്നും പ്രശ്നമില്ല. കറങ്ങി റീൽ എടുക്കാൻ ആഗ്രഹിച്ച് വന്നവർ എന്താ അല്ലേ, കൊച്ചുകുട്ടികളൊരു ആഗ്രഹം പറയുമ്പോൾ അതങ്ങ് സമ്മതിച്ചിട്ടുണ്ട്. എൻട്രി പ്രൊഹിബിറ്റഡ്. ഓക്കെ, സോറി. നമുക്ക് ആർമി നമ്മളെ ചങ്ക് ഫ്രണ്ട് ഉണ്ടെന്ന് പറയണ്ടേ അല്ലേ? ശരിക്കും പറയാലോ ഗൈസ്, എന്താ പറയുക, ഇത് ഇങ്ങനെ ട്രാവലിംഗ് വ്ളോഗൊന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര വാക്കുകൾ കിട്ടാൻ കിടന്ന് ഇബ്ബൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ രണ്ടാമത്തത് എന്ത് പറയണം എന്നുള്ള ഒരു എന്താ പറയുക, ഈ എന്താ പറയുക, ഈ സാധനങ്ങളല്ലാതെ വേറെ ഒന്നും വായിൽ വരുന്നില്ല. പിന്നെ ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും മൈൻഡിൽ കിടന്ന് ഇവിടെ എന്താ പറയുക, ഒരു തൊര ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതാക്കുക. നമ്മളിതാ വേറൊരു ആംഗിളിൽ നിന്നുള്ള ഒരു വ്യൂവിലോട്ട് നമ്മൾ കടക്കുവാണ്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് നൈസ് കുറച്ച് ഷോട്ട്സ് കിട്ടും. ഓ ഗൈസ്, ശില്പയും എഹാനും ഇതാ ഇവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശില്പേ, ഇവിടെ ആണോ നിൽക്കുന്നത്? അല്ലേ, വാ ഫോട്ടോ എടുക്കാം, വാ വാടാ ഫോട്ടോ എടുക്കാം. ഓയ്, നമ്മളെ ഗൈഡ് വൻ ഉടായ്പാണ് കേട്ടോ. ഇത് യമുന നദി ഉണ്ടെന്ന് കാണിച്ചു തന്നിട്ട് ഇതവിടുത്തെ എന്താ ശിവഗിരി തുരുത്തെന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അതെ, വള്ളമുണ്ടായിരുന്നു, വറ്റിക്കിടക്കുവാണ് ഗൈസ് യമുന നദി. അയ്യോ, ഇവിടെ ഇരുന്ന് കോട്ടയൊക്കെ ഇടുന്നത്, അതൊക്കെ എൻ്റെ വീഡിയോ വരും കേട്ടോ. നോ കട്ടിങ്. പുളിമരം. ഇത് പുളിമരം അല്ലടാ, ഇതൊരു മരം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക, താജ്മഹൽ കണ്ടു, നല്ല വെയിലുണ്ട് ഇപ്പം. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ ആഗ്ര ഫോർട്ട് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡും കഴിച്ച് ഇവിടുത്തെ സ്ട്രീറ്റിൽ നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞാൽ. നമ്മളെ ഓട്ടോ ചേട്ടൻ അവിടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ചേട്ടൻ മേടിച്ച് തരത്തില്ല, നമ്മൾ മേടിക്കണം. പക്ഷേ നമ്മൾ മേടിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കും, ഇല്ലെങ്കിൽ മേടിക്കത്തില്ല. റിട്ടേൺ നമുക്ക് 7 മണിക്കാണ് ട്രെയിനുള്ളത്. അവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വായിക്കുള്ളതൊരു പേരായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതെനിക്കറിയാൻ വയ്യ. ഇത്രയാണ് ഗൈസ്. ഇവിടെ നമ്മൾ നേരെ കാണുന്നതാണ് ആഗ്ര ഫോർട്ട്. ഈ വിരൽ ചൂണ്ടിയിരിക്കുന്നതാണ് ആഗ്ര ഫോർട്ട്. നമ്മൾ അടുത്തായിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ഇത് താജ്മഹലിൻ്റെ ബാക്ക് വ്യൂ ആണ്. താജ്മഹൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോണുമെൻറ്റ് ഇൻ ദ വേൾഡ് ആണ് നമ്മുടെ താജ്മഹൽ. അത് എംപറർ ഷാജഹാൻ ഉണ്ടാക്കിയതാണ് മുംതാസിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ സിമ്പിൾ ഓഫ് ലവ്. ഇതിൻ്റെ പുറകിൽ നമുക്കൊരു റെഡ് സ്റ്റോൺ ബിൽഡിംഗ് കാണാം. അത് നമ്മുടെ താജ്മഹലിൻ്റെ പാർട്ട് തന്നെയാണ്. വൺ ഓഫ് ദി സൈഡ് ഓഫ് ദി മോസ്ക്. അപ്പുറത്തെ സൈഡിലുള്ളത് ഗസ്റ്റ് ഹൗസാണ്. ഈ ആർക്കിടെക്ചറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 റെഡ് മോണുമെൻറ്റും ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടുത്തൂടെ പോകുന്നതുകൊണ്ട് ഈ റിവർ ഉണ്ടല്ലോ, അത് നമ്മുടെ യമുന നദിയാണ്. പണ്ട് എന്താണ് ഹിസ്റ്ററിയിൽ താജ്മഹലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു മെയിൻ ഒരിത് നമ്മുടെ ഈ യമുന നദിക്കുണ്ടായിരുന്നു. പിന്നെ യമുന റിവർ എന്താണ് കുറച്ചുകൂടി സൺസെറ്റിനും സൺറൈസിനും നമ്മൾ താജ്മഹലിന് നല്ലൊരു വ്യൂ ആണ് നൽകുന്നത്. നല്ല ഒരു ബ്യൂട്ടിഫുൾ ഒരു ഭംഗി വേറെ കുറവ് നൽകുന്നത് ഈ യമുന നദിയാണ്. അമ്പോടെ ഇരിക്കുകയാണ്.
യഹാൻ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് ഇതിനകത്ത് കയറുന്നതിന് 200 രൂപ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ഞങ്ങൾ 50 രൂപ ടിക്കറ്റിലാണ് 45 റുപ്പീസിൻ്റെ ടിക്കറ്റിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അത് 200 രൂപ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ മസ്ജിദിൻ്റെ സൈഡിലുള്ള ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഓൺലൈൻ വഴി എടുക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ QR കോഡ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ സ്കാൻ ചെയ്യാൻ നോക്കിയിട്ട് അത് ലോഡാവുന്നുണ്ടായിരുന്നില്ല. സോ നമ്മൾ അവിടെ നിന്ന ഒരു ഹിന്ദി ചേട്ടൻ എന്താ പറയുക ടിക്കറ്റ് നമുക്ക് തന്നു. പുള്ളി അവർക്ക് അത് കയറണ്ട എന്നുള്ള ഒരു മൂഡായതുകൊണ്ട് അവരുടെ ടിക്കറ്റ് നിന്ന് അവരെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഞങ്ങൾ ഷൂസ് എല്ലാം കവർ ചെയ്തു. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറുവാണ്. പോയോ പോയിട്ട് വരാം. കമോൺ. സോ ഞങ്ങൾ അകത്തേക്ക് കയറാനുള്ള കാര്യത്തിലാട്ടോ. വീണ്ടും ചെക്കിംഗ് ആണ് വരുന്നത്. അങ്ങനെ ഇല്ല എന്നുവെച്ചാൽ 1:20 മണിക്കാണ് നമ്മൾ വ്യാഴാഴ്ച 1:20 മണിക്കാണ് നമ്മളിവിടെ എത്തിയെന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞു. എത്ര മണിയാണെന്ന് അറിയാം കേട്ടോ. എന്താ അതെന്താ കട്ട് ചെയ്തോ? വർക്കിന് നമ്മൾ പോകുമല്ലോ. ഓക്കെ, വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്താം. ഓക്കെ ഗൈസ്, നമുക്ക് സീത സ്ട്രെയിറ്റ് പോവുക. ഇവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്തു. അതെ, നമ്മുടെ താജ്മഹലിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. ഏഹാങ്കുട്ടാ, താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുക. ആർ യു എക്സൈറ്റഡ്? ഹൗ മച്ച്? 100%. 100% excited. What is your expectation inside the Taj Mahal? കുറേ ആണുങ്ങളുണ്ടാവണം, കുറേ ആണുങ്ങളുണ്ടാവും. Let me see. Ele. Let's go. Okay. We are getting inside. Security. എന്നെ തന്നെ നോക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ്. Get inside.